മുണ്ടക്കയം ചെളിക്കുഴി ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഇഷ്ടാലയം പ്രയർ മിനിസ്റ്ററി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറായ സരൻസ് എന്ന സരസമ്മയും സരസമ്മയുടെ ഭാര്യ ഷാജിക്ക് മകൻ ടൈറ്റസ് ഷാജി, മകൾ ഭാഗ്യാഷ, മരുമകൻ ശരത് ചന്ദ്ര എന്നിവർ ഈ ഫാമിലി മെമ്പേഴ്സ് അടങ്ങിയ വിശ്വാസത്തിൻ്റെ പേരിൽ നടന്ന ഒരു വൻ തട്ടിപ്പാണ് ചെളിക്കുഴി നടന്നിട്ടുള്ളത്. അവിടെ ചെന്നുപെട്ടിരിക്കുന്ന ആൾക്കാർ 100% ഹിന്ദുക്കളും അതുപോലെ തന്നെ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നിർദ്ധരരും നിലാരംബരുമാണ്. അവരെ പല രീതിയിലും ചൂഷണം ചെയ്തു, അതായത് ഭീഷണിപ്പെടുത്തിയും മതപരിവർത്തനം നടത്തിയും അതുപോലെ തന്നെ ഈ ബൈബിളിനെ തെറ്റായ രീതിയിൽ പ്രവേശിപ്പിച്ചു. കാരണം ഹിന്ദുക്കളായിട്ടാണ് കൂടുതൽ പേരും വരുന്നത്. ഹിന്ദുക്കൾക്ക് ബൈബിളിനെ കുറിച്ച് ആധികാരികമായി ഒന്നും പറയാൻ അറിയത്തില്ല. അപ്പോൾ ബൈബിളിൻ്റെ ഏതെങ്കിലും ഭാഗം എടുത്ത് അവരെ ബൈബിളിൽ തെറ്റിദ്ധരിപ്പിച്ചും ജനങ്ങളെ നിന്ന് അവരുടെ ആഭരണങ്ങളും അതുപോലെ വസ്തുവകകളും ആധാരങ്ങളും രൂപയും തട്ടിപ്പ് നടത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അത് തട്ടിപ്പിന് ഇരയായ 21 പേർ ചേർന്ന് ഞങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു. കേസ് കൊടുത്ത് ഞങ്ങൾ കോട്ടയം SP കേസ് കൊടുത്തെങ്കിലും അത് മുണ്ടക്കയം സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു കേസ് FIR ആക്കാനൊന്നും അവർ സമ്മതിച്ചില്ല. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ മാധ്യമങ്ങളെ സമീപിക്കുകയാണ്. ഈ വായ്ത്താരി, അതായത് ഇവർക്ക് അനുഗ്രഹം കിട്ടിയെന്നും അവിടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടുന്നുവെന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറുമെന്നും, ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറാനും കുടുംബത്തെ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറാൻ വേണ്ടി ഈ ജനങ്ങളിൽ നിന്ന് പ്രചരിച്ച ഒരു വാർത്ത അനുസരിച്ചാണ് ഇവിടെ ഞാൻ ഉൾപ്പെടെ അവിടെ ചെന്ന് പെട്ടത്. അപ്പോൾ അവിടെ ചെന്ന് പെട്ട് കഴിയുമ്പോൾ ഇവരുടെ സമീപനം വളരെ മൃദുവായ സമീപനമാണ്. ഇവർക്ക് ആരെയും കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചെന്ന് കഴിയുമ്പോൾ ആദ്യമേ ഒരു കൗൺസിലിംഗ് നടത്തും, നമ്മളുടെ ഡീറ്റെയിൽസ് അവർ മനസ്സിലാക്കിയ ശേഷം പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം പോകുന്നതാണ്. പിന്നെ ഇവർ ഭവനങ്ങളിലെത്തി നമ്മളെ പല പ്രാർത്ഥനയായി നമ്മുടെ ഭവനങ്ങളിൽ അനർത്ഥം വരാൻ പോകുന്നു. ഉദാഹരണമായിട്ട് ഇതിൽ പ്രതിയായ ഒരു കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെടും, ലോക മാധ്യമങ്ങളിൽ അറിയപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസിച്ച് ഉറച്ചു നിൽക്കണമെന്ന് അവരെ പറയും. അവരുടെ ആധാരം ഉൾപ്പെടെ വസ്തുക്കൾ കൈക്കലാക്കുകയും ചെയ്തു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഭീഷണിയാണ് ഇവരുടെ മുഖ്യധാര. ഞാൻ എൻ്റെ കുടുംബവും, അതായത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീടും സ്ഥലവും അയർക്കുന്നത വീട്ടിൽ വന്ന് ഭവനപ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞ് വന്നിട്ട് അവരെ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അച്ഛനെ ഭയപ്പെടുത്തി ആളുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ഒരു മരണം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഭവനം വീടും വിൽക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് നിർബന്ധിച്ച് ഭയപ്പെടുത്തി ആ വീടും സ്ഥലവും വിറ്റ് അതിൻ്റെ സാമ്പത്തികം ഇവർ വാങ്ങിച്ചെടുക്കുകയും ഈ സാമ്പത്തികം വാങ്ങിച്ചിട്ട് ഇവരുടെ മകൻ്റെ 31ാമതിലുള്ള കടയ്ക്ക് ആരംഭം കുറിക്കുകയും അത് സാമ്പത്തികം തിരിച്ചു ചോദിച്ചപ്പോൾ അത് ചോദിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ മരണം ഉണ്ടാകും, അത് അങ്ങനെ ചോദിച്ചത് തെറ്റായിപ്പോയി, ശാപം നിങ്ങളുടെ കുടുംബത്തിൽ വന്നെന്ന് പറഞ്ഞ് പൊതുജനത്തിൻ്റെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നെക്കൊണ്ട് അച്ഛൻ്റെ മരണശേഷം എന്നെക്കൊണ്ട് സാക്ഷിയായിട്ട് പറയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിന് ശേഷം എൻ്റെ ഭാര്യയെക്കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുകയും ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ അക്കൗണ്ട് എടുപ്പിക്കുകയും ആ അക്കൗണ്ട് വഴി തന്നെ അവിടെ വരുന്ന ആൾക്കാരുടെയൊക്കെ സാമ്പത്തികം, സ്വർണം, ആധാരം പണയം വെച്ചത്, സാമ്പത്തിക ഇടപാടുകളെ എല്ലാം എൻ്റെ ഭാര്യയെ കൊണ്ട് ഇവർ ഇത് ചെയ്യിപ്പിക്കുകയും അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തു. എടുക്കുന്ന സാമ്പത്തികമൊക്കെയും അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുകയും അല്ലാതെ സാമ്പത്തികം കൈ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ പിന്നെ ഫോൺ ലോണുകൾ, മൈക്രോ ഫിനാൻസുകൾ ഞങ്ങളവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഭാരപ്പെടുത്തി പ്രയാസപ്പെടുത്തി നിങ്ങൾക്ക് വചനം കിട്ടുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധരാക്കിക്കൊണ്ട് ഞങ്ങളെക്കൊണ്ട് മൈക്രോ ഫിനാൻസുകൾ, ഫോൺ ലോണുകൾ, അതുപോലെ ഒത്തിരി സാമ്പത്തിക ഇടപാടുകൾ, മറ്റുള്ളവരിൽ നിന്ന് എടുക്കുന്ന ബ്ലേഡിൻ്റെ പൈസകൾ ഇതൊക്കെ എടുത്ത് ഇവർ വാങ്ങിച്ചെടുത്തിട്ട് ഞങ്ങൾ ചോദിച്ചപ്പം പല പ്രാവശ്യമായിട്ട് ചോദിച്ചപ്പം ഓരോ ഡേറ്റുകൾ പറയും. ആ ഡേറ്റുകൾ ഞങ്ങൾ ചെന്ന് വീണ്ടും ചോദിക്കുമ്പം ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ല് അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ തിരിഞ്ഞുകൊണ്ട് ഇവർ നല്ലൊരു സമീപനത്തിന് വരാതിരുന്ന കാലം മുതൽ ഞങ്ങൾ അവിടെ പ്രാർത്ഥനാലയത്തിൽ കാലുകുത്താതെയായി. ഒരു 8 മാസത്തോളമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ നിന്ന് പോകുന്നില്ല. അതിന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും വീടിൻ്റെ പരിസരത്തുമൊക്കെ ആയിട്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ മൂലം ഞങ്ങൾക്ക് നാട്ടിൽ പോലും നിൽക്കാൻ മേലാത്ത സാഹചര്യമായി. അതുകൊണ്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ അവരെ സമീപിച്ചിട്ട് ഒരിക്കലും സാമ്പത്തികം സഹായിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുകയും ഞങ്ങൾ മുമ്പോട്ട് വരാനായിട്ടും തീരുമാനിച്ചത്. 10-30 പേരോളം ഞായറാഴ്ച ദിവസങ്ങൾ അവിടെ കൂടുന്നുണ്ട്. അവരൊക്കെ ഇതിനേക്കാളും കൂടുതൽ അബദ്ധങ്ങൾ പറ്റിയവരാണ്. പക്ഷേ വീഡിയോയ്ക്ക് മുമ്പ് വരാനും മുമ്പോട്ട് മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും അവർ മനസ്സിലാക്കാത്തൊരവസ്ഥ നിൽക്കുകയാണ്.
എന്നുവെച്ചാൽ അവരെ പറഞ്ഞ് വചനം പറഞ്ഞ് എപ്പോഴാണെങ്കിലും അവർ വചനമാണ് എടുക്കുന്നത്, ബൈബിളിനെ ആസ്പദമാക്കിയാണ് വചനം പറഞ്ഞ് അവരുടെ കുടുംബാംഗങ്ങളിൽ ഇത്രമാത്രം ഒരു മരണകരമായ ആപത്തുകൾ മക്കൾക്ക്, ഭാര്യയ്ക്ക്, കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദോഷം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചുകൊണ്ട് അവരെ ഭാരപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർ ഇപ്പം ഒരു 10-30 പേരോളം ഉള്ളവർ. ഇഷ്ടാലയ പ്രെയർ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യമാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ BEd കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ചിൽഡ്രൻസ് ഹോം ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എന്നെ അവിടുത്തെ ഒരു കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറായിട്ട് അവിടെ അവർ നിർത്തുകയുണ്ടായി. എൻ്റെ വീട്ടിലെ സാഹചര്യമാണ് എന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാനായിട്ട് എന്നെ ശരിക്കും നമ്മുടെ സാഹചര്യം ഒരു മനസ്സിലാക്കിയാണ് എന്നെ അവിടെ ആക്കിയത്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഓർത്ത് എനിക്ക് ശമ്പളം കിട്ടും, പക്ഷേ ശമ്പളമൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് സേവനമായിട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നോട് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പ്രതിഫലം ദൈവത്തിൽ നിന്ന് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തോളം ഞാനവിടെ നിന്നു. അതിന് ശേഷം വിവാഹമൊക്കെ ആയപ്പോഴേക്കും അവിടുന്ന് മാറിയെങ്കിലും ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുകയും എന്നിൽ നിന്ന് സാമ്പത്തികം അതുപോലെ തന്നെ സ്വർണം ഒക്കെ എന്നോട് പല ആവശ്യങ്ങൾ പറഞ്ഞ് പലപ്പോഴായിട്ട് വാങ്ങിച്ചെടുത്തു. വാങ്ങിക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞത് ഇത്ര ദിവസങ്ങളിൽ തരാം, അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ തരാം. അങ്ങനെ ഞാൻ പുറമേ നിന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതൊന്നും എനിക്ക് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയായി. 22 പേരും പോയിട്ട് സമീപിച്ചാണ്, കേസ് കൊടുത്തതാണ്. അത് മുണ്ടക്കയം സ്റ്റേഷനിൽ പല പരാതികളും ചെന്ന് അവിടുന്ന് പരാതികൾ അവർ സ്വീകരിക്കാതെയായി നടപടിയില്ലാതെയായപ്പോൾ ഞങ്ങൾ SP കേസ് കൊടുത്ത് SP-യുടെ കേസ് മുണ്ടക്കയം സ്റ്റേഷനിൽ വന്നു. ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നാടകം നടത്തി FIR ഇട്ടില്ല. ഞങ്ങളുടെ പറഞ്ഞ തെളിവുകൾ ഞങ്ങൾ കൊണ്ടുതരാം, പണം ട്രാൻസ്ഫർ ചെയ്ത് തരാം, ഞങ്ങൾക്ക് എഴുതി തന്ന മുദ്രപത്രം ഉണ്ട് അത് തരാമെന്ന്. അതൊന്നും തെളിവല്ല, നിങ്ങൾ കൊണ്ട കൊടുത്ത് നിങ്ങൾ എന്തിനാ ഞങ്ങളെ SP അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടിയില്ല. ഇവര് ചെർലിക്കുഴി ജനിച്ചു വളർന്നവരാണ്. ഒരു 89 പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ഇവർ തട്ടിപ്പ് നേരത്തെ തുടങ്ങിയെന്നാണ്. അതായത് ഒരു 89-90 കാലഘട്ടങ്ങളിൽ ഇവർ മഹിളാ പ്രധാന ഏജന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് 10 രൂപ മുതൽ 20-50 കളക്ഷൻ എടുക്കുമ്പോൾ ഇവരത് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാതെ ഇവർ നേരിട്ട് ഉപയോഗിക്കുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇവരുടെ നേരെ എതിർക്കുകയും കേസ് മാത്രം പോലീസ് സ്റ്റേഷനിലൊക്കെ പോയെന്ന് അറിയുന്നത് കൃത്യമായിട്ട് അറിയുന്നില്ല. ഏതായാലും അവിടെ നാട് വിടേണ്ടി വന്നു. അങ്ങനെ നാട് വിടേണ്ടി വന്ന് പല സ്ഥലങ്ങളിൽ. അപ്പം ഇവർക്ക് വെളിപാടായി, ഇവർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇവർക്ക് ഭയങ്കര അത്ഭുതങ്ങൾ നടത്തുന്നുള്ള കുറേ ആൾക്കാർ ഇവരെ ചുറ്റിപ്പറ്റി നടന്നു. പല മേഖലകളിൽ ഇവര് പ്രാർത്ഥനകൾ നടത്തി. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസിച്ച് പ്രാർത്ഥനകൾ നടത്തി. 2015 ഇവര് വീണ്ടും ഈ വീട് വിറ്റുപോയ വീട് തിരിച്ചെടുത്ത് അവിടെ വന്നു. അപ്പൊ ഇവര് ഭയങ്കര പ്രശസ്തരായിട്ടാണ് വന്നത്. വാഹനങ്ങൾ ആൾക്കാർ കൂടി അവർക്ക് പേരായി അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇങ്ങനെ കുറെ പ്രശസ്തരായിട്ടാണ് അവിടെ വന്നു കയറുന്നത്. ഇവര് തട്ടിപ്പ് ചെറിയ തട്ടിപ്പുകൾ നടത്തി അത് വൻ തട്ടിപ്പിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇരിക്കുന്നത് മുഴുവൻ പേര് ഹിന്ദുക്കളാണ്. അവര് രേഖാമൂലം, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി രേഖാമൂലം നിർബന്ധിച്ച് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അനാഥപ്പെടും, കുടുംബം അല്ലെങ്കിൽ മരണം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ചിഹ്നപ്പെടും, വലിയ അപകടങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി പേപ്പറിൽ എഴുതി സോമനസ ഞങ്ങൾ ചെയ്യുന്നു എഴുതിച്ച് ഇവര് തന്നെ എഴുതി അവരെ കൊണ്ട് പിടിച്ച് മേടിപ്പിക്കുക. മതപരിവർത്തനം ഉറപ്പായിട്ട് നടന്നില്ല. ഹിന്ദുക്കളായിട്ടുള്ളവരെ ക്രിസ്ത്യൻസിലേക്ക് ചേരാന്ന് പറഞ്ഞാൽ മതപരിവർത്തനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് 1 കോടി വരെ നഷ്ടമായിട്ടുണ്ട്. സഹോദരങ്ങളുടെ എല്ലാം കൂടി പിന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബം, ഇവിടെ ഇരിക്കുന്നവർ തന്നെ 1 കോടി അടുത്ത് രൂപ ഒരു ഭവനത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ അഭിമാനം ഒന്ന് മീഡിയാസിന്റെ മുമ്പിൽ വരാനുള്ള ആ നാണക്കേട് അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ അഭിമാനം അവരുടെ പിന്നെ വീടുകൾ പരസ്പരം അറിയാതെയാണ് മേടിക്കുന്നത്. അപ്പൻ കൊടുക്കുന്ന അമ്മ അറിയാല, അമ്മ കൊടുക്കുന്ന അപ്പൻ അറിയാല, മക്കൾ കൊടുക്കുന്ന എന്റെ വീട്ടിൽ മക്കൾ കൊടുത്തത് ഞാൻ അറിഞ്ഞില്ല. പ്രശ്നമായി കിട്ടാതെയായി എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പരസ്പരം അറിയുമ്പോഴാണ് ഇത്ര ലക്ഷങ്ങളൊന്നും പോയിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ ഭവനങ്ങളിലും പരസ്പരം മക്കളും അപ്പനും അറിയാതെയാണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേസ് കൊടുത്താൽ കുടുംബബന്ധ ശിശിരമാകും എന്നുള്ള പേര് പേടിച്ചാണ് പകുതി പേരും ഇതിലേക്ക് വരാതിരിക്കുന്നത്. പക്ഷെ മനസ്സിലായി ഞങ്ങൾക്ക് ഇതിലൊരു നീതി കിട്ടിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് നിയമപരമായിട്ട് പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സമരമുറകളും നടത്തുകയും ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.